സലീം കുമാറിന് വിട. പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം തുടരുന്നു. അന്ത്യാഞ്ജലി അർപ്പിച്ച് കലാകേരളം. സലീം കുമാർ കൂടപ്പിറപ്പെന്ന മുഖ്യമന്ത്രി. എനിക്ക് വ്യക്തിപരമായ നഷ്ടമെന്ന് പറയുന്നത് എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഉണ്ടായ പ്രയാസത്തിൽ, ദുഃഖത്തിൽ ഞാൻ പങ്കുചേരും. അനുസ്മരിച്ച് സഹപ്രവർത്തകർ. ഒരു നിലപാടുള്ള വ്യക്തിയാണ്. ആ നിലപാടുകൾ വെട്ടിത്തുറന്നു പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു. പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു. ഒരുപാട് സങ്കടമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. സങ്കടമഴയിൽ ലാഫിംഗ് വില്ല. ആദരാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ വീട്ടിലേക്ക്. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം വൈകിട്ട് 3:30. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത. തൃശൂർ മുതൽ കാസർഗോഡ് വരെ ഓറഞ്ച് അലർട്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്കും തുടരും. മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ കൂടുതൽ രേഖകൾ ശേഖരിക്കാൻ ഇഡി. 134 രേഖകൾ PMLA കോടതിയോട് ആവശ്യപ്പെട്ടു. എക്സാലോജിക്കും CMRLും ഉണ്ടാക്കിയ കരാറടക്കം ശേഖരിക്കാൻ നീക്കം. ഇന്ധന വില വർധനവിൽ ന്യായീകരണവുമായി പെട്രോളിയം മന്ത്രാലയം. സമീപ രാജ്യങ്ങളെക്കാൾ വിലക്കുറവ് ഇന്ത്യയിൽ. ഉപഭോക്താക്കൾക്ക് സബ്സിഡി നൽകുന്നത് തുടരും. ഗാർഹിക സിലിണ്ടറിന് 9 രൂപ കൂടി 951 രൂപയായി. പത്തനംതിട്ട കലഞ്ഞൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചു 2 മരണം. മരിച്ചത് തമിഴ്നാട് സ്വദേശികളായ അച്ഛനും മകളും. ഇടിയുടെ ആഘാതത്തിൽ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു. തിരുവനന്തപുരം വെടിവെച്ചാൽ കോവിലിൽ യുവാക്കളുടെ ഏറ്റുമുട്ടൽ. 18കാരൻ കൊല്ലപ്പെട്ടു. മരിച്ചത് പള്ളിച്ചൽ അയണിമൂട് സ്വദേശി ശിവസൂര്യ. 3 പേർ കസ്റ്റഡിയിൽ. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ആക്രമണം. 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്ന് US സേന. ഇറാൻ ആക്രമണങ്ങളെ അപലപിച്ച് ഈജിപ്തും സൗദിയും ഖത്തറും. ഇസ്രായേൽ ലബനനിൽ നടത്തിയ ആക്രമണത്തിൽ 3 സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു.